ഈ ദിവസങ്ങൾ ഹൃദയത്തിൽ ഒത്തിരി ചോദ്യം ചോദിക്കുന്നുണ്ടല്ലേ? എന്തായിത്തീരുമെന്നുള്ള ആഗ്രതകളെല്ലാം കിടപ്പുണ്ടല്ലേ? പക്ഷേ വചനത്തിലൂടെ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത് മതലക്കാരത്തി മറിയയും കൂടെയുള്ള സഹോദരിമാരെല്ലാവരും ഇറങ്ങിത്തിരിച്ചതിന്റെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ ശരീരം ഒന്ന് കാണണം, ആ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശണം. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തോടു കൂടെ അവർ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിരാവിലെ ഇരുട്ടുള്ള സമയമാണെന്ന് പറഞ്ഞാലും ആ സ്നേഹത്തിനകത്ത് അവർ ചലിക്കുമ്പോഴും അവരോട് ചോദിക്കുന്ന, അവർ പരസ്പരം ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ഈ കല്ലുരുട്ടി മാറ്റിയെങ്കിൽ മാത്രമേ ഇവർ പോകുന്ന ലക്ഷ്യം അവർക്ക് നടക്കത്തുള്ളൂ. എന്നാൽ ഈ ചോദ്യം ഇവരുടെ മുമ്പിൽ തന്നെ ഉള്ളപ്പോൾ തന്നെ അവർ മുൻപോട്ട് തന്നെ പോകുന്നുണ്ട്. എന്നാൽ അവിടെ ചെന്ന് കാണുന്ന ഒരു കാര്യം, എന്താണോ അവർ ചോദിച്ചത്, എന്താണ് അവരുടെ മുമ്പിൽ വെല്ലുവിളിയായിട്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത്, അതിന്റെ നടുവിൽ, അതിന്റെ മുകളിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിരിക്കുന്നതാണ് അത് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഒരു ചോദ്യം നിങ്ങൾ അകത്ത് കിടപ്പുണ്ടെങ്കിൽ, ഇതൊരു വലിയ വെല്ലുവിളിയാണ്, എനിക്കിത് മറികടക്കാൻ കഴിയത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുക, നിനക്ക് കഴിയാത്തതിനെ സാധിപ്പിച്ചു തരാൻ ദൈവം തൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി ഇറക്കുന്ന ദൈവമാണ്. ചില കല്ലുകൾ നിന്റെ മുമ്പിൽ ഉരുട്ടി മാറ്റി ദൈവദൂതന്മാരെറുന്ന് നിനക്ക് വേണ്ടി വഴികളെ തുറക്കുമെന്ന് ദൈവത്തിന്റെ ശബ്ദം നിനക്ക് വേണ്ടി സംസാരിക്കുകയാണ്. വിശ്വസിക്കുക. ഗോഡ് ബ്ലസ് യു.